വിനാഗിരി ഒന്നും ചേർക്കാത്ത നല്ല അടിപൊളി അച്ചാറാണ് കേട്ടോ. എല്ലാവരും ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ തന്നേക്കുന്നുണ്ട് കുറച്ച് മുരിങ്ങയ്ക്കായിട്ടാണ്. അതായത് മുരിങ്ങയ്ക്ക വെച്ച് എന്ത് തയ്യാറാക്കുമെന്നായിരിക്കും ഇപ്പോൾ ചിന്തിക്കുന്നത്. നമ്മൾ മുരിങ്ങയ്ക്ക വെച്ച് ഒരുപാട് ഐറ്റംസ് തയ്യാറാക്കും, പക്ഷേ ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ടൊരു ഐറ്റമാണ് തയ്യാറാക്കുന്നത്. മുരിങ്ങയ്ക്ക വെച്ചൊരു പിക്കിൾസാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നല്ല അടിപൊളി പിക്കിളാണ്. ആന്ധ്ര സ്റ്റൈലൊരു പിക്കിളാണ്. ആന്ധ്രയിലെ അച്ചാറുകൾക്ക് ഫേമസ് ആയിട്ടുള്ളത് തക്കാളി അച്ചാർ, മുരിങ്ങയ്ക്ക അച്ചാർ, അങ്ങനെ ഒരുപാട് വെറൈറ്റി അച്ചാറുകളുണ്ട് ആന്ധ്രാപ്രദേശുകാർക്ക് സ്വന്തമായിട്ട് തന്നെ. നമ്മളിത് അവരുടെ ഒരു സ്റ്റൈലൊരു മുരിങ്ങയ്ക്ക അച്ചാറാണ് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇട്ട് സ്കിപ്പ് ചെയ്ത് എല്ലാ കൂട്ടരും കാണണേ. നമുക്കിതിൻ്റെ എല്ലാം ഒന്ന് തൊലി കളഞ്ഞ് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്യാം. നമ്മൾ കറക്കി കട്ട് ചെയ്യുന്ന രീതിയിലല്ല കേട്ടോ മുരിങ്ങയ്ക്ക നമ്മൾ അച്ചാറിന് കട്ട് ചെയ്യുന്നത്, ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യണം. ചെറിയ പീസായിട്ട് കട്ട് ചെയ്താൽ മതി. കണ്ടോ, ഇതേപോലെ ചെറിയ പീസായിട്ട്. ഒരുപാട് വലിയ പീസുകളല്ല, ചെറിയ പീസായിട്ട്. വേണ്ട, ഇതേപോലെ ചെറിയ പീസായിട്ട് നമുക്ക് എല്ലാം ഒന്ന് കട്ട് ചെയ്യണം. കീറിയൊന്നും വേണ്ട കേട്ടോ. ഇതെല്ലാം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. മുരിങ്ങയ്ക്കൊക്കെ നമ്മൾ വേണ്ട കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേ ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്ത്, ഒരു വലിയ പീസൊന്നുമല്ല. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. കഴിയെല്ലാം എടുത്തിട്ട് ഞാനിവിടെ വെള്ളം പോകാനായിട്ട് ഒരു അരിപ്പയിലും എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലപോലെ വെള്ളം പോകണം. നമുക്കിതൊന്ന് വെള്ളം പോകാൻ വെച്ചേക്കാം, കുറച്ച് കഴിഞ്ഞെടുക്കാം. നമ്മുടെ മുരിങ്ങയ്ക്ക വെള്ളം എല്ലാം തോന്നുന്നു നല്ലപോലെ വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളമായി ഒട്ടുമില്ലാതെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ കുറച്ച് മസാലകൾ മൂപ്പിച്ചെടുക്കണം. ഒരു 3/4 സ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട്. ഒരു 1/4 സ്പൂൺ ചെറിയ ജീരകം ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 3/4 സ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലപോലെ ഒന്ന് മൊരിഞ്ഞു വരണം. നല്ലപോലെ ചൂടായി നല്ലപോലെ ഒന്ന് മൊരിഞ്ഞു വരണം. നല്ലപോലെ ചൂടായ പാത്രത്തിനകത്ത് ഇട്ടാൽ പെട്ടെന്ന് മൊരിഞ്ഞു വരും കേട്ടോ. എല്ലാം പൊരിയുന്ന സൗണ്ട് വരുന്നുണ്ടല്ലോ. നല്ലപോലെ പെട്ടെന്ന് മൂത്ത് വരും. കടുക്, ഉലുവയും ജീരകമൊക്കെ ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഈ ചൂടിനകത്ത് കിടന്ന് നല്ലോണം ഒന്നുകൂടെ മൊരിയും. നമുക്കിത് ഇടിക്കണ്ടി ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ഒരുപാട് പൗഡർ പോലെ പൊടിയായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പൗഡർ പോലെ പൊടിയൊന്നും വേണ്ട. നമുക്കിത് ഇറക്കി വയ്ക്കാം. ഞാൻ ചൂട് കെട്ടിയുള്ള ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആദ്യം തന്നെ മുരിങ്ങയ്ക്ക ഒന്ന് ഈ എണ്ണയ്ക്കകത്തൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. എണ്ണ നല്ലപോലെ ചൂടാവട്ടെ. ചൂടായ എണ്ണയ്ക്കകത്തോട്ട് നമുക്ക് കുറേശ്ശെ മുരിങ്ങയ്ക്ക ഇട്ട് കൊടുക്കാം. എണ്ണയിൽ കിടന്ന് നല്ലപോലെ ഒന്ന് വാടി വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. തിരിച്ചു മറിച്ചിട്ട് നല്ലപോലെ ഒന്ന് വാടി വരണം. പുറന്തോടിന്റെ എല്ലാം കളർ ഒന്ന് മാറണം. ഒരുവിധമൊക്കെ പുറന്തോടൊക്കെ വാടിയിട്ടുണ്ട് കേട്ടോ. ഒരിച്ചിരി നേരം കൂടെ ഒന്ന് കിടന്ന് ഇത് റെഡിയാവും. നമ്മുടെ മുരിങ്ങയ്ക്ക വാടിയിട്ടുണ്ട്. നമുക്കിന്ന് കോരിയെടുക്കാം.
ഇനി നമുക്കിതൊരു പാത്രത്തിനകത്തോട്ട് മാറ്റാം. ബാക്കിയുള്ള മുരിങ്ങയ്ക്കാവിടെ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. രണ്ട് വട്ടം ഒന്ന് വാട്ടിയെടുക്കാനുള്ള മുരിങ്ങയ്ക്ക ഉള്ളേ. മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ വാടി വരട്ടെ. മുരിങ്ങയ്ക്ക എല്ലാം നമ്മൾ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് വെളുത്തുള്ളിയാണ്. അതായത് ഇത്രയും വെളുത്തുള്ളിയെല്ലാം എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി എല്ലാം ചെറിയ തീ കിടന്ന് നല്ലപോലെ ഒന്ന് വാടി വരട്ടെ. നമ്മുടെ വെളുത്തുള്ളി എല്ലാം ഇവിടെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഒരുപാട് ഇൻഗ്രീഡിയൻസിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഇത് നമുക്ക് മുരിങ്ങയ്ക്കയുടെ കൂടെ മാറ്റി വെക്കാം. ആ എണ്ണ തന്നെയാണ് എടുത്തത്. അതിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റി, എന്നിട്ട് കുറച്ച് എണ്ണ ഞാൻ അച്ചാറിന് വേണ്ടി എടുത്തിട്ടുള്ളൂ. നമ്മൾ വാട്ടാൻ വേണ്ടി തോന്നെ എണ്ണ ഒഴിച്ചത്. അതിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റി കേട്ടോ. ഇനി നമുക്ക് ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലപോലെ ഒന്ന് പൊട്ടട്ടെ. കടുക് എല്ലാം പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ആക്കി വെച്ചിട്ടോ കുറച്ച് വെച്ചിട്ടോ ഇടണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് നേരം പൊടിയിട്ടിങ്ങനെ ഇളക്കരുത്, പൊടിയും കരിഞ്ഞു പോകും. പൊടിയൊന്നും നല്ലപോലെ എണ്ണ കിടന്നൊന്ന് ചൂടായാൽ മതിയേ. പൊടിയുടെ കളർ ഒന്ന് മാറണം. മുളക് പൊടി നല്ലവണ്ണം മൂത്ത് വേറെ കളർ വരണം. നല്ല കളർ മാറി വന്നുണ്ടോ. ഇതിനകത്തോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചാൽ നമ്മുടെ വാളംപുളിയാണ്. വാളംപുളി എന്ന് വെച്ചാൽ ഒരു വലിയ നാരങ്ങ വലുപ്പത്തിലുള്ള, ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളിയുടെ നല്ല കട്ടിക്കുള്ള ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒന്നും നമുക്കിത് വേണ്ട. നമുക്ക് ഈ വാളംപുളി നീര് മതിയെ. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ തിളക്കട്ടെ. ഇനി നമുക്ക് ഇത്തിരി ഫ്ലെയിം ആണെങ്കിൽ കൂട്ടി വെച്ചു കൊടുക്കാം കേട്ടോ. നല്ല ഇളക്കി കൊടുത്തോണം. അടിക്ക് പിടിക്കരുത്. നമ്മൾ മലയാളികൾ ഒട്ട് വെളിച്ചെണ്ണയ്ക്കകത്തല്ല ഈ അച്ചാർ ഇടുന്നത്. ഒന്നെങ്കിൽ സൺഫ്ലവർ ഓയിൽ, ഇല്ലെങ്കിൽ നല്ലെണ്ണ, അല്ലെങ്കിൽ കടുകാണ്. ഇതിലേതെങ്കിലും ആയിരിക്കും അവർ അച്ചാറിനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ മലയാളികളെ ഉള്ള ഏറ്റവും കൂടുതൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. പക്ഷെ എത്ര നാളും ഇരുന്നാലും ഈ അച്ചാർ കേടാകത്തില്ല കേട്ടോ. കൊച്ചുനാളിൽ എപ്പോഴോ നാവിലൂറി രുചിയാണിത്. എന്ന് വെച്ചാൽ എന്റെ മാമ അവിടെ അതായത് സെറ്റിൽഡ് ആണ്. നാട്ടിലെപ്പോ വെക്കേഷൻ വന്നാലും കൊണ്ടുവരുന്ന അച്ചാറുകളാണ് അവിടുത്തെ മാങ്ങ അച്ചാർ, തക്കാളി അച്ചാർ, മുരിങ്ങയ്ക്ക അച്ചാർ. എന്റെ അനിയത്തിക്ക് എന്ന് വെച്ചാൽ തക്കാളി അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മാങ്ങ അച്ചാറും മുരിങ്ങയ്ക്ക അച്ചാറും. എപ്പോ വരുമ്പോഴും എന്ത് വേണമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ആദ്യം പറഞ്ഞ അച്ചാറുകളാണ്. അത്രയ്ക്കല്ല ടേസ്റ്റ് ആണ്. നല്ലപോലെ തിളക്കട്ടെ. ഫ്ലെയിം ഇത്തിരി കൂട്ടി വെച്ചു കൊടുക്കാം. ഈ പുളിയിലെ വെള്ളമയം ഒന്ന് കുറുകി വരണം. അതിനു വേണ്ടിയാണ് വെള്ളമയം പോയി നല്ലപോലെ ഒന്ന് കുറുകി വരണം. കേടാകരുതല്ലോ. വെള്ളം ഇരുന്ന പെട്ടെന്ന് കേടായി പോകും. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വാട്ടി വെച്ചേക്കുന്ന മുരിങ്ങയ്ക്കായും വെളുത്തുള്ളിയും കൂടെ മിക്സ് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഉപ്പിട്ടിട്ടില്ല നമ്മൾ, ഉപ്പിടണം. ഇനി ഇതിനകത്ത് കിടന്ന് മുരിങ്ങയ്ക്കായിലോട്ട് ഈ നീരെല്ലാം പിടിക്കണം. ഉപ്പും പുളിയും എല്ലാം നല്ലപോലെ പിടിക്കണം. നല്ലപോലെ മിക്സ് ആക്കി കൊടുത്തിട്ട് നമുക്കിത് ഉപ്പിടാം. വലിയ സ്പൂണിൽ 1 സ്പൂൺ ഉപ്പാണ് ഞാൻ ഇടുന്നത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ പിന്നിടാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മുരിങ്ങയ്ക്കായ്ക്കകത്തോട്ട് ഉപ്പും പുളിയിൽ ലോ ഫ്ലെയിം വെച്ചിരുന്ന കേട്ടോ, എല്ലാം പിടിക്കണം. നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചേക്കുന്ന മിക്സ് ഉണ്ടല്ലോ, കടുകും ഉലുവായും ജീരകവും എല്ലാം കൂടെ അതോടെ ഇട്ട് കൊടുക്കാം. അതോടെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതേ സൈസ് തന്നെ ടൊമാറ്റോ പിക്കിൾസ് ഉണ്ടാക്കിയായിരുന്നു നേരത്തെ. കണ്ടിട്ടില്ലാത്തവരെല്ലാം കണ്ടു നോക്കണേ. അച്ചാറിന്റെ മാത്രം ഒരു പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിനകത്തുണ്ട് എല്ലാതരം അച്ചാറുകളും. ഒരുപാട് വെറൈറ്റി അച്ചാറുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ലോ ഫ്ലെയിമിൽ കൂടെ നല്ലോണം തിളക്കട്ടെ. ഇതിനകത്തോട്ട് ഈ മുരിങ്ങയ്ക്കായ്ക്കകത്തോട്ട് ഉപ്പും പുളിയും എരിവെല്ലാം നല്ലോണം പിടിക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിരുന്നാൽ മതിയേ. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. 4 സൈഡും നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എരിയും പുളിയും ഉപ്പും എല്ലാം കൂടെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു 2 സ്പൂൺ ശർക്കര ചീകിയിട്ട് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട കേട്ടോ. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതുകൂടി ഇട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. അടിക്ക് പിടിക്കരുത് ഒരു കാരണവശാലും. വിനാഗിരി ഒന്നും ഒഴിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് പുറത്ത് തന്നെ വെച്ചേക്കാം, കേടാവാതെ. മുരിങ്ങയ്ക്ക് ഇപ്പം തന്നെ വെന്തിട്ടുണ്ട്. ഇതിനകത്ത് നല്ലപോലെ പിടിക്കണം. ലോ ഫ്ലെയിമിൽ കിടന്ന് എല്ലാം നല്ലപോലെ പിടിക്കട്ടെ. ഉപ്പൊക്കെ രണ്ടാമത് ഞാൻ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. മുരിങ്ങയ്ക്കായ്ക്കകത്ത് ഉപ്പ് പിടിച്ച് കഴിയുമ്പോൾ പിന്നെ അരപ്പിന് ഉപ്പ് കാണത്തില്ല. അതുകൊണ്ട് രണ്ടാമത് ഇച്ചിരി ഇട്ട് കൊടുത്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിന്റെ പരിവായിട്ടുണ്ട്. എല്ലാ സൈഡിലും എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം നല്ലപോലെ പോയിട്ട് എണ്ണയെല്ലാം നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. മുരിങ്ങയ്ക്കായുടെ തോടിനകത്ത് പിടിക്കണം. പുളിയും ഉപ്പും മധുരം എല്ലാം കൂടെ ചേർന്നൊരു മിക്സ്. 2-3 ദിവസം വെച്ചിരുന്നിട്ടേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. അപ്പോഴത്തേക്ക് ഇതിനകത്തെല്ലാം നല്ലൊരു പിടിക്കും. പക്ഷെ ഇവിടെ അങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഏത് അച്ചാർ ഇട്ടാലും പെട്ടെന്ന്, അത് സ്പെഷ്യൽ എന്തെങ്കിലും അച്ചാർ ഇട്ട് കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ തീരും. വെച്ചിരുന്നെടുക്കുന്ന ഒരു പരിപാടിയില്ല. പിടിക്കട്ടെ എന്ന് പറയുമ്പോൾ പറയും ഇത്രയും പിടിച്ചാൽ മതി എന്ന് പറയും. എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരുപാട് നേരം ഈ ഫ്ലെയിം വെച്ചിരുന്നാലേ അടിക്ക് പിടിക്കും. എണ്ണയെല്ലാം പ്രത്യേകം തെളിഞ്ഞ് വന്നിട്ടുണ്ട് അരപ്പേന്. ഒരു പരിവായിട്ട് നമുക്കിനി ഫ്ലെയിം ഓഫാക്കി വെക്കാം. ഇങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് 2 ദിവസം കഴിയണം. 2 ദിവസം കഴിഞ്ഞിട്ടേ എടുക്കാവുള്ളൂ. നമുക്ക് ആറിയിട്ട് നല്ല എയർടൈറ്റായിട്ടുള്ള കുപ്പിയിലിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. എത്ര നാൾ വേണമെങ്കിലും കേടാവത്തില്ല. വിനാഗിരി ഒന്നും ചേർക്കാത്ത നല്ല അടിപൊളി അച്ചാറാണ് കേട്ടോ. എല്ലാവരും ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നമുക്കങ്ങ് ഫ്ലെയിം ഓഫ് ആക്കാം. ചെറിയ ചൂടിൽ ഇരുന്നോടൊന്ന് സെറ്റ് ആവട്ടെ. രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മുടെ അച്ചാറിവിടെ സെറ്റായി കേട്ടോ. പിന്നെ കായപ്പൊടി ഇടുന്ന വീഡിയോ മിസ്സായി പോയായിരുന്നു. ഞാൻ കായപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കായപ്പൊടി ഇട്ടില്ലെന്ന് വിചാരിക്കരുത്. അച്ചാറിന് കായപ്പൊടി അത്യാവശ്യമാണ്. അല്ലെങ്കിൽ കായം വറുത്തിട്ടിരുന്നാലും മതി. ഞാൻ ആ വീഡിയോ എൻ്റെ കയ്യിൽ മിസ്സായിപ്പോയി. അല്ലാണ്ട് കുതിപ്പിക്കുന്ന അച്ചാറ് നല്ലപോലെ സെറ്റായിട്ടുണ്ട്. ഓക്കെ,
ഇനി നമുക്കൊരു കുപ്പിലോട്ട് മാറ്റാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു വെട്ടം ഒന്ന് ട്രൈ ചെയ്താൽ മതി, ഒരുപാട് വെട്ടമൊന്നും വേണ്ട. ഒരു കഷ്ണം മുരിങ്ങയ്ക്കായി ഒരിത്തിരി അരപ്പൂടെ കഴിച്ചാൽ മതി. പിന്നെ നിങ്ങൾ ആരും പറയണ്ട, തന്നെ മുരിങ്ങയ്ക്ക് കിട്ടുമ്പോൾ എല്ലാം അച്ചാറുണ്ടാക്കി കഴിച്ചോളും. അത്രയ്ക്കല്ല ടേസ്റ്റാണ്. ഇരുന്ന് പഴകും തോറും അച്ചാറിൻ്റെ രുചി കൂടും. ഇത്തിരി കൂടി ചെറിയ കഷ്ണം ആക്കിയാലും കുഴപ്പമില്ല കേട്ടോ മുരിങ്ങയ്ക്ക. നമ്മുടെ മുരിങ്ങയ്ക്ക അച്ചാർ തന്നെ അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കൊതിപ്പിക്കുന്ന മുരിങ്ങയ്ക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കിച്ചണിലൊക്കെ നമുക്ക് സുലഭമായി കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. വെളുത്തുള്ളി ആയാലും മുരിങ്ങയ്ക്ക ആയാലും നമ്മുടെ വീടുകളിൽ മിക്കവാറും കിട്ടുന്ന സംഭവമാണ് മുരിങ്ങയ്ക്ക. നമുക്ക് എല്ലാവർക്കും ഒന്നും മെനക്കിട്ട് അടിപൊളി നമുക്ക് അച്ചാർ തയ്യാറാക്കാം. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ രുചി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഒരു വട്ടം മനസ്സിലാക്കി നിങ്ങൾ തന്നെ തയ്യാറാക്കിക്കോളും. പിന്നെയും അത് 100% ഉറപ്പാണ്. യൂസ്ഫുള്ളായ വീഡിയോ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കല്ല. കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ എനേബിൾ ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ താങ്ക് യു.